എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമ്മുടെ പുതിയ ഒരു ഗസ്റ്റ് എന്ന് വെച്ചാൽ സഹസ്രയാണ്. അപ്പോൾ സഹസ്ര എന്ന പേര് കേൾക്കുമ്പോൾ എനിക്കൊരു പാട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് സഹസ്രയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. ഏതായാലും ഈ പ്രോഗ്രാമിലേക്ക് സഹസ്രയെ സ്വാഗതം ചെയ്യാം. ഹായ് സഹസ്ര. ഹായ്. ഓ, നല്ല അടിപൊളിയൊരു പേര് കേട്ടോ, സഹസ്ര. പെട്ടെന്ന് വായിൽ ഇങ്ങനെ ഈ സായുടെ ഒരു ബഹളം കൊണ്ട് പെട്ടെന്ന് സായ ഇങ്ങനെ വായിൽ ഇങ്ങനെ വരുന്നില്ല. സഹസ്ര അല്ലേ? ഓക്കെ. സഹസ്ര എന്ന് മാത്രമേ ഉള്ളോ? ജയ ഉണ്ട്. ജയ എന്താണ്? അച്ഛനമ്മയുടെ പേര്. അച്ഛന്റെ അമ്മയുടെ പേര് ജയ ആണോ? ജയലക്ഷ്മി, ജയേഷ് കുമാർ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അത് നല്ലൊരു നല്ല രസകരമായ ഒരു കാര്യം കേട്ടോ. അച്ഛന്റെ അമ്മയുടെയും ആദ്യത്തെ ലെറ്റർ ജയ ആണ്. അതുകൊണ്ട് ഇംഷലാട്ടം കിട്ടും. കറക്റ്റൊക്കെ മാച്ച് ആയി കേട്ടോ. സാധാരണ ഒരാളുടെ പേരിടുമ്പോൾ അവസാനം ആ ഇംഷല് ഒരൊറ്റ ഇതായിരിക്കുമല്ലോ. ഇതെന്തായാലും അങ്ങ് ഒത്തു വന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം വെക്കേഷൻ അടിച്ചു പൊളിച്ചു. ഓ, അടിച്ചു പൊളിച്ചല്ലേ. എവിടെന്നാ വരുന്നത് ഇപ്പം? ചന്ദനത്തോപ്പ്. ചന്ദ്രത്തോപ്പാണ് വീട് അല്ലേ? ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 5. ഇപ്പൊ 5-ലാണോ അതോ 5-ലോട്ടാവാൻ പോകുന്നേ ഉള്ളൂ? 5-ലോട്ടാവാൻ പോവാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ 4-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി റിസൾട്ട് ഒക്കെ കാത്ത് വന്ന് അല്ലേ, ജയിച്ച് ഇനി 5-ലേക്ക് പോവാണ്. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? സെന്റ് വിൻസെന്റ്. അത് എവിടെയാണ്? കേരളപുരത്താണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ സ്കൂളിലോട്ടൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തോ? തയ്യാറെടുപ്പ് എടുത്തപ്പം ഇപ്പൊ സ്കൂളൊക്കെ തുറപ്പ് 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ നിന്ന് അടിച്ചു പൊളിച്ച് അല്ലേ? ഇനി ഒരു പുതിയ ഒരു വാതിൽ നമുക്ക് ഇവിടെ തുറക്കുകയാണ്. 5-ാം ക്ലാസ് എന്ന വാതിൽ അല്ലേ? അങ്ങോട്ട് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയോ? ജൂൺ 1-ന് സ്കൂൾ തുറക്കും അല്ലേ? അപ്പൊ എന്താ വിശേഷം? അങ്ങനൊന്നുമില്ല. നേരെ അങ്ങ് പഴയതുപോലെ സ്കൂളിൽ പോവുക അല്ലേ? അത്ര തന്നെ അല്ലേ? എപ്പോഴും ട്യൂഷൻ ഉണ്ട്. അതാ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലുള്ളതല്ലേ? ട്യൂഷന്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ? വെക്കേഷൻ ടൈമൊക്കെ എങ്ങനെയായിരുന്നു അടിച്ചു പൊളിച്ചത്? അച്ഛന്റെ വീട്ടിൽ പോയി, കൊല്ലത്ത് അവിടെ പോയി, ഒരുപാട് അടുത്ത് പോയി. എവിടൊക്കെ പോയി? എന്നാലും മറക്കാനാവാത്തൊരു സ്ഥലം എവിടെയായിരുന്നു? അങ്ങനൊന്നും പോയില്ല. അങ്ങനെ മറക്കാനാവാത്ത സ്ഥലങ്ങളിലൊന്നും പോയില്ല. ഇതെല്ലാം പെട്ടെന്ന് മറക്കുന്ന സ്ഥലങ്ങളിലാ പോയതല്ലേ? ഓക്കെ. എവിടാ? അച്ഛന്റെ വീട്ടിലാ? അവിടെ ഓർമ്മിക്കാനൊന്നും ഇല്ലായിരുന്നില്ലേ? അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഓർക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. എന്നാലും ഓർമ്മയിലൊക്കെ നിൽക്കുന്നത് വളരെ രസകരമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? അവിടൊക്കെ ഒന്ന് പോകണ്ടായിരുന്നോ? അത് നമുക്ക് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കണ്ടേ? നമ്മൾ 5-ാം ക്ലാസ്സിന് അല്ലെങ്കിൽ 4-ാം ക്ലാസ്സിന്റെ വെക്കേഷൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് പോയായിരുന്നു. അങ്ങനെ പുറത്ത് വരട്ടെ. തിരുവനന്തപുരത്ത് എവിടെയാ പോയത്? അവിടെ അച്ഛന്റെ മാമന്റെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി. അച്ഛന്റെ മാമന്റെ മോന്റെ കല്യാണത്തിന് പോയി അല്ലേ? ഓക്കെ. അങ്ങനെയാണ് പോണത് അല്ലേ? അല്ല വേറെ ദൂരോട്ടും അങ്ങനൊന്നും ടൂറായിട്ടൊന്നും പോയില്ല? ടൂറായിട്ട് അങ്ങനെ എവിടെയും പോയില്ല. അപ്പൊ ഈ അമ്പലത്തിൽ പോയി, ഗുരുവായൂര്. അതൊക്കെ നല്ല രസകരമായ സംഭവങ്ങളല്ലേ? ഗുരുവായൂരൊക്കെ പോകുന്ന നല്ല രസകരമായ സംഭവങ്ങളല്ലേ? ഗുരുവായൂരൊക്കെ പോയിട്ട് എന്തൊക്കെ പ്രാർത്ഥിച്ചു? അങ്ങനൊന്നുമില്ല. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് പോയതാണോ? ഗുരുവായൂരപ്പനെ കേക്ക് കൊടുക്കാൻ പോയതാണോ? അല്ല, പിന്നെ അല്ലാതെ വെറുതെ തൊഴാൻ വേണ്ടല്ലേ? നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ? അപ്പം ഓക്കെ. അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേ ഗുരുവായൂരായിരുന്നോ? ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോയി ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും എന്റെ ചേട്ടനും ഉണ്ടല്ലേ? ചേട്ടനോടൊക്കെ അടിവിടാറുണ്ടോ? കുറച്ച് അല്ലേ? ചേട്ടൻ പാവമാണോ അതോ? പാവമാണ്, ഭയങ്കര. രണ്ട് റോളും പുള്ളി ചെയ്യുന്നുണ്ടല്ലേ? ഇയാളോ? ഞാനതേ. പാവമാണ്, ഭയങ്കരമാണ്. ഇത് എപ്പോഴാണ് ഈ പാവവും ഭയങ്കരനൊക്കെ ആവുന്നത്? അതാ ഇങ്ങോട്ട് അടിക്കുമ്പോ ഞാൻ അങ്ങോട്ട്. നമ്മള് വില്ലനായിട്ട് മാറും അല്ലേ? വില്ലനുമായിട്ട് മാറും അല്ലേ? നല്ല സ്നേഹമാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? കുഴപ്പമില്ല. അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നു? അച്ഛൻ അബുദാബിലാണ്. അമ്മ കോഴിക്കോട്. എന്താ പരിപാടി? ടീച്ചറാണോ? ഓക്കെ. അപ്പോൾ കോഴിക്കോട് സ്കൂളിലെ ടീച്ചറാണല്ലേ? ഓക്കെ. കോഴിക്കോട് എന്ന് പറയുമ്പം എങ്ങനെ ആഴ്ച പോയി വരുമോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോയല്ലേ? അപ്പൊ അമ്മ അങ്ങ് പോത്തില്ലേ? ഓക്കെ. അച്ഛൻ എന്നാ പോന്നെ? അച്ഛൻ ഓണം കഴിഞ്ഞ് പോകല്ലേ? അപ്പൊ അത്ര ഒരു ആശ്വാസം ഉണ്ട്. അത്ര നാൾ അച്ഛൻ നമുക്ക് കൂടെ ഉണ്ടാവും അല്ലേ? പിന്നെ അമ്മാമ്മയുള്ളല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അമ്മാമ്മയുടെ ആ ഒരു രീതിയിലാണ് പിന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകേണ്ടുന്നത് അല്ലേ? ഓക്കെ. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും സ്കൂളിൽ പോകാൻ? 6 മണി 6:30.
6:30 എഴുന്നേക്കും അല്ലേ? ഓക്കെ. അപ്പൊ അമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. അമ്മമ്മ നോക്കുമല്ലോ. അമ്മമ്മ നോക്കും അല്ലേ? അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അങ്ങനെ ഫുഡ് കൊണ്ടുപോകും അതോ? കൊണ്ട് മോർണിംഗ് അപ്പം അമ്മമ്മ അവിടെ നിന്ന് എടുത്തു തരും, വീട്ടിൽ നിന്ന് വിളിക്കും. എന്നിട്ട് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയിട്ടൊന്നും ഇല്ല, അവിടെ പഠിക്കും. അവിടെ പോയി പഠിക്കണം, അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സ്കൂളൊക്കെ തുറന്ന് പോകുന്നതിന്റെ വിഷമം വല്ലതും ഉണ്ടോ? ഇല്ല. ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ട് ദൃശ്യയും ശിവാനി ചേച്ചി. ദൃശ്യം ശിവാനി ചേച്ചി? ശിവാനി ചേച്ചിയോ? മൂത്ത തന്നെ കട്ടി. അതാ ചോദിച്ചോ. ക്ലാസ് പഠിക്കുന്നതാണോ? ക്ലാസ്സിൽ പഠിക്കുന്നതാണോ? അല്ല, 7ാം ക്ലാസ്സില്. 7ാം ക്ലാസ്സിലല്ലേ? ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ ആരും ഇല്ലയോ? അത് അങ്ങനെ ആരും ഇല്ല. അങ്ങനെ ആരും ഇല്ല അല്ലേ? ഓക്കെ. ബസ്സിലെ ആൾക്കാർ അവര്. ബസ്സിലെ ആൾക്കാരാണോ? സ്കൂൾ ബസ്സിലെ. ഓ, സ്കൂൾ ബസ്സിനകത്തുള്ള ഫ്രണ്ടാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ അവിടെയും നമുക്ക് ഫ്രണ്ടിനെയൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അടുത്ത ട്യൂഷനാ, ഒരേ ട്യൂഷനാണല്ലേ? ഓക്കെ. പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ എന്താ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് ഈ അവധി ദിവസങ്ങളിലൊക്കെ? എന്ത് ചെയ്യും? എന്താ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ല. കളിക്കും. അത്രേ ഉള്ളൂ. പാട്ടൊക്കെ പാടും? പാടും. അപ്പൊ നമുക്ക് ഒരു 4 വരിയെങ്കിലും ഒന്ന് പാടി കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പാടുവോ? ഓക്കെ, വെരി ഗുഡ്. പഠിക്കാം, കേക്കട്ടെ. കണ്ണാ നീ എന്നും കവർന്നേതോ തൂവണ്ണ, കണ്ണാ നീ എന്നും കവർന്നേതോ തൂവണ്ണ. അവിടം വരെ മറന്നുപോയി അല്ലേ? ഓക്കെ. എന്തായാലും ഒരു വലിയൊരു പാട്ടാണ്. അതിന്റെ 2 വരി പാടിയത് കേട്ടോ. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പൊ എന്നിട്ട് പാട്ടൊക്കെ പഠിക്കുക. ഓക്കെ. പിന്നെ ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? പഠിച്ചു വളർന്ന് വലുതായിട്ട് എന്തൊക്കെ ആവാനാണ് ആഗ്രഹം? പൈലറ്റോ? ആഹാ. എന്താണ് അങ്ങൊരു ആഗ്രഹം വരാൻ കാര്യം? ആകാശം കാണാനോ? ആകാശം കാണാനാണോ? അല്ലാതെ ചുമ്മാ ഒരു ടൈം പാസ്, സന്തോഷിക്കാൻ വേണ്ടി? അല്ല, ജോലി അങ്ങനെയുള്ളതല്ല. ജോലിയാണ്. സന്തോഷിക്കുകയും ചെയ്യാം, ആകാശവും കാണാം, ജോലിയും ചെയ്യാം അല്ലേ? പൈസയും കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആഗ്രഹമൊക്കെ നടക്കട്ടെ കേട്ടോ. നല്ലൊരു പൈലറ്റൊക്കെ ആവട്ടെ, ഞങ്ങളും പ്രാർത്ഥിക്കാം അല്ലേ? ഇഷ്ട ഭക്ഷണം എന്തുവാ? എന്ത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? റൈസ്, കുഴിമന്തി. കുഴിമന്തിയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ. ചോറൊക്കെ കഴിക്കുന്നത് താല്പര്യം കുറവാണോ? അങ്ങനൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ സ്കൂൾ അത് തന്നെയാണല്ലേ, അതോ വേറെയാണോ? ആ സ്കൂൾ തന്നെയാണല്ലേ? അപ്പൊ ആ സ്കൂളിലേക്ക് പോകുന്നു, പക്ഷെ ക്ലാസ് മാത്രം നമ്മൾ വ്യത്യസ്തമാവുകയാണ് അല്ലേ? അപ്പൊ പുതിയ ക്ലാസ്, പുതിയൊരു അന്തരീക്ഷം, ടീച്ചേഴ്സൊക്കെ പഴയ തന്നെ ആയിരിക്കുമല്ലോ, പുതിയ കുട്ടികളൊക്കെ ആയിരിക്കും അല്ലേ? ഇനിയിപ്പോൾ അവരോടൊക്കെ നമ്മൾ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി അല്ലേ? അതിലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്ര ഇനി അവരിലൂടെയാണ് ഒരു വർഷം വരെ അല്ലേ? അപ്പൊ അടുത്ത വർഷം അങ്ങനെ തന്നെ പോട്ടെ അല്ലേ? അങ്ങനെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അല്ലേ? പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ചന്ദ്രതോപ്പിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ചന്ദ്രതോപ്പില്. എല്ലാരും സുഖമാണോ അവിടെയൊക്കെ? ആണോ? ഓക്കെ 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 ഓക്കെ. ഇപ്പൊ സഹസ്ര കളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പുറത്ത് കൂട്ടുകാരൊക്കെ ഇല്ലേ? അവരുടെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലേ? അവരുടെ കൂടെ കളിക്കാൻ പോകും, പിന്നെ അവര് വീട്ടിൽ വരും, അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യും അവരുമായിട്ടൊക്കെ അല്ലേ? വെക്കേഷൻ അങ്ങനെയൊക്കെ അങ്ങനെ പോയല്ലേ? സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ ഒട്ടും. ഒട്ടും തന്നെ ടൈമില്ല. രാവിലെ സ്കൂളിൽ പോകണം, വൈകിട്ട് ട്യൂഷൻ ഉണ്ടല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്ര മണിക്ക് എത്തും? ഒരു 9 മണി. രാത്രി 9 മണിക്കോ? 9-8 ആവുമ്പോ. അയ്യോ. രാവിലെ എത്ര മണിക്ക് ഇറങ്ങും സ്കൂളില്? ഒരു 3:30 4 മണിയൊക്കെ ആവുമ്പോ വീട്ടിൽ എത്തും. 4 മണിയാകുമ്പോൾ വീട്ടിലെത്തും. പിന്നെ അത് കഴിഞ്ഞ് നേരെ ട്യൂഷനും. അത് കഴിഞ്ഞ് 9 മണിക്ക് എത്തും അല്ലേ? 8 മണിക്ക് നേരത്തെ 8 മണിക്ക് എത്തും. അപ്പൊ നേരെ തെറ്റിപ്പോയതല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ 8 മണിക്ക് എത്തും. 8 മണിക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി? പിന്നൊന്നും പഠിക്കാനില്ലല്ലോ അല്ലേ? ഉണ്ടോ? പിന്നെ നേരെ കടന്ന് TV കണ്ടിട്ടായിരുന്നു. അത് വേണം അല്ലേ? TV നമുക്കൊരു മുടങ്ങാൻ പറ്റാത്തൊരു ക്യാപ്സ്യൂൾ പോലത്തെ സംഭവമല്ല. അത് നമ്മള് TV കണ്ടിട്ട് നമ്മൾ കടന്നുറങ്ങത്തോളൂ ഇല്ലേ? അത്രയും നമ്മുടെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ആണോ? ഓക്കെ. അപ്പം സഹസ്രയുടെ ഒരു
ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് സഹസ്രയുടെ? അങ്ങനെ ഇല്ല, എങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങും അല്ലേ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? 7 മണിയൊക്കെ ആകുമ്പോൾ. സ്കൂളുള്ളപ്പോഴോ? 6 മണി. 6 മണി. അതെന്താ അങ്ങനെ വ്യത്യാസം വന്നേ? അത് 7:50 സ്കൂൾ ബസ് വരുന്നു, അപ്പം അങ്ങനെ. അപ്പോൾ 6 മണിക്ക് എഴുന്നേക്കും അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പോൾ സ്കൂൾ ബസ് അങ്ങനെ വീട്ടിൻ്റെ അടുത്തൂടെ ആണോ പോകുന്നത് അതോ? ആ ഓക്കെ. അപ്പോൾ തിരിച്ചു വരുന്നത് സ്കൂൾ ബസ്സിൽ തന്നെ അവിടെ കൊണ്ടിറക്കും അല്ലേ? ആ പിന്നെ ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല പറയും. എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇടയിലുള്ളത്? ഒരുപാട് വിശേഷങ്ങൾ സഹസ്രക്കുണ്ടെന്ന് അറിയാം. സഹസ്ര പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ആ, പാട്ട് പഠിക്കാൻ പോകുന്നത്. അത് എപ്പോഴാണ് പോകുന്നത്? അത് വൈകിട്ട് എല്ലാ ദിവസവും ഉണ്ടോ? അങ്ങനെ ശനിയും ഞായറും. ശനി ഞായറും. പാട്ടൊക്കെ എവിടം വരെ ആയി? ആയി. അങ്ങനെ ആയില്ലേ? അപ്പം അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ആവട്ടെ കേട്ടോ. പാട്ടൊക്കെ പഠിച്ചാലും മിടുക്കിയായിട്ട് നല്ല ജോലിയൊക്കെ കിട്ടി നല്ലൊരു പൈലറ്റൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ? വീട്ടിൽ ഇപ്പം അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മമ്മയുണ്ട്. ഇപ്പം ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമ്മയും അച്ഛനും. അമ്മയും അച്ഛനെയും എന്ന് വെച്ചാൽ പിന്നെ രണ്ടുപേരുടെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പറഞ്ഞത്? അതോ അല്ല, അങ്ങനൊന്നും ഇല്ല, രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ കൂട്ടുകാരത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? കൂട്ടുകാരുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിൽ നമുക്ക് പറയാൻ കാണുമല്ലോ. നമുക്ക് ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ആ, ഇത് വെക്കേഷൻ ആയപ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നില്ലേ? അങ്ങനെ വീഡിയോ കോൾ ആണോ അതോ അല്ലാതെ ലൈവ്? അല്ലാതെ കോള് വിളിക്കും അല്ലേ? വിളിച്ചെന്തൊക്കെ ചോദിക്കും, അന്വേഷണം? അങ്ങനെ നീ എന്നാടി നീ സ്കൂളിൽ വരുന്നത്? ഇനി എന്ന് കാണുവിടി, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നിതൊക്കെ പറയത്തില്ലേ? അപ്പൊ തിരിച്ചെന്ത് പറയും? തിരിച്ചങ്ങനെ തന്നെ പറയും, കോപ്പി പേസ്റ്റ്? അല്ല, അങ്ങനല്ല, അത് മറുപടി പറയും. ആ, മറുപടി എന്താ പറയുന്നേ? അങ്ങനെയൊക്കെ മിസ് ചെയ്ത് അങ്ങനെയൊക്കെ പറയും. ട്യൂഷൻ വരുമ്പോഴും അല്ലാതെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും. അടുത്തടുത്തുള്ള കൂട്ടുകാരാണല്ലേ? അതൊരു കുഴപ്പമില്ല, ട്യൂഷനൊക്കെ വരുമ്പോൾ കാണാമല്ലോ ഇല്ലയോ? അപ്പൊ ഏതായാലും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോട്ടെ, നന്നായിട്ട് പഠിക്കുക, കണക്ക് നല്ലൊരു പൈലറ്റ് ആവുക അല്ലേ? അതല്ലേ ആഗ്രഹം? അത് അമ്മയുടെ ആഗ്രഹമാണോ അച്ഛൻ്റെ ആഗ്രഹമാണോ സ്വന്തം ആഗ്രഹമാണോ? സ്വന്തം ആഗ്രഹം, ഉറപ്പിച്ച തീരുമാനമാണോ അല്ലേ പൈലറ്റ് ആവണം എന്നുള്ളത്? ഓക്കെ, അപ്പം നല്ലൊരു പൈലറ്റൊക്കെ ആവട്ടെ. എന്തായാലും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, അപ്പം പൈലറ്റ് ആയി കഴിഞ്ഞിട്ട് ആകാശമായിരിക്കും മിക്കവാറും കേട്ടോ. അപ്പം ഭൂമി നിൽക്കുന്ന ഞങ്ങളെയൊക്കെ മറന്നു പോവൂ? ഇല്ല, എങ്ങനെ ഓർക്കും? റേഡിയോ ബെൻസി ആൾക്കാർ വന്നപ്പോ ഓർക്കുവോ? റേഡിയോ ബെൻസി ആൾക്കാർ വരുന്ന എന്തിനാ ഓർക്കുന്നേ? അവരല്ലേ ഇതെടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെയൊക്കെ ഓർക്കുന്ന ചുരുക്കം അല്ലേ? അപ്പൊ ഏതായാലും മോളെ ഒരുപാട് സന്തോഷം. എന്തായാലും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനിയിപ്പോ 5ാം ക്ലാസ്സിലൊക്കെ പോകാൻ നിൽക്കുകയാണ്. 5ാം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് അവർക്ക് നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.